വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷെഷ്വാൻ ചിക്കൻ വിത്ത് ഹണിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി വീഡിയോ. അപ്പോൾ ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ പീസസിൽ ജിഞ്ചറും ഗാർലിക്കും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കോൺഫ്ലോറും ഒരു 2.5 സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് അല്പം സോയാ സോസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഈ പീസസൊക്കെ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ചിക്കൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് അതേ പാനിൽ തന്നെ ഓയിൽ ചൂടാകുമ്പോഴേക്കും നമുക്ക് സ്ലിറ്റ് ചെയ്ത വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നല്ലവണ്ണം ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഏകദേശം മൂത്ത് കഴിഞ്ഞാൽ നല്ലതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർത്ത് ഒന്നും കൂടി നല്ലവണ്ണം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റിയെടുക്കാം. നല്ല ഫൈൻ ചോപ്ഡ് ആയിരിക്കണം സവോള. ഇനി നന്നായി ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റിയെടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കേണ്ടതുകൊണ്ട് ആവശ്യത്തിന് നോക്കിയതിന് ശേഷം കൂടുതൽ ഉപ്പിടണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അല്പം സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് അല്പം വിനീഗറും ഒഴിച്ചു കൊടുക്കാം. സോസിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 സ്പൂൺ ഹണിയും കൂടി ചേർത്ത് കൊടുക്കാം. ഹണി കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചിക്കൻ പീസസുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം കോൺഫ്ലോർ കലക്കി ഒഴിച്ച് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സെമി തിക്ക് ഗ്രേവി വേണമെങ്കിൽ നമുക്കിതിലേക്ക് അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഗ്രേവിയുടെ അളവ് കൂട്ടിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മധുരവും ഉപ്പും എരിവും പുളിയൊക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഷെഷ്വാൻ ചിക്കൻ വിത്ത് ഹണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഫൈനലി നമ്മളിതിലേക്ക് വൈറ്റ് സിസം കൂടി ചേർത്ത് കൊടുക്കാം.